പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുമ്പോൾ 2000 കോടി രൂപ വേണം എന്നാണ് റിയാസ് ആവശ്യപ്പെടുന്നത്. അതെ അതെ, വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. വയനാടിന്റെ നഷ്ടം നികത്താൻ 2000 കോടി കുറഞ്ഞ തുകയാണെന്ന് മന്ത്രി റിയാസ് പറയുന്നു. 2000 രൂപ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് 2000 രൂപയ്ക്ക് മുതലിക്കൂല, തന്നെങ്കിൽ 5000 രൂപ തന്നെ. വാസ്തവമാണോ ഇത്? 2000 കോടിയുടെ ആവശ്യമുണ്ടോ? എനിക്കറിയില്ല. നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ കണക്ക് സർക്കാർ പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എത്രയുണ്ട്? കിട്ടിയ മുഴുവൻ ബില്ല് എവിടെ? ബില്ലോ? ഇവരാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. ഈ 2000 കോടിയുടെ കണക്ക് എങ്ങനെ ഉണ്ടായതാണ്? അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു കൊട്ടക്കണക്കല്ലേ? അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. മുതലാളി എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? സന്തോഷ് പണ്ഡിറ്റ് എന്ന സിനിമക്കാരൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അവകാശവാദം പൊളിച്ചെടുക്കുകയാണ്. സന്തോഷ് പണ്ഡിറ്റ് കണക്കുകൾ സഹിതം വിശദീകരിക്കുന്നു. കേൾക്കുക. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോ ക്യാമ്പിൽ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല, കാര്യങ്ങളെല്ലാം ഓക്കെ എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. കൊടുക്കാന്ന് പറഞ്ഞ വീടിന്റെ എണ്ണം ഒന്ന് കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ 1000 കിട്ടും. ആകെ 400 വീട് മതി. 500 കൂട്ടുക. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഞാൻ സന്തോഷം കൊണ്ടിട്ട് ആലോചിക്കുന്ന കാര്യം, ഈ വീട് ഓം ക്രീം എന്ന് പറയുമ്പോൾ ഒരു വീടാവില്ലല്ലോ സാർ, അതിന് സമയം വേണം. ഈ സമയം ഇവരെന്ത് ചെയ്യുന്നുള്ളതാണ് എന്റെ മനസ്സിൽ സത്യം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. ഞാൻ എന്റെ മനസ്സിലുള്ളത്, സപ്പോസ് ഞാനാണ് ഇവിടുത്തെ ഒരു കേരളത്തിലെ ഭരണാധികാരി ആണെങ്കിൽ ഉദാഹരണല്ലേ പറയണേ, ഒരു 7 ലക്ഷം രൂപ ഒരു എവറേജ് ഞാൻ പറയുന്നത്. ആ ഏരിയയിലൊക്കെ ഞാൻ സെന്റിന്റെ വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 സെന്റ് കിട്ടും. ഈ ഒരു 7 ലക്ഷത്തിന് ഇവർ തന്നെ ഒരു സ്ഥലം കണ്ടെത്തുന്നു. ഒരു 20 ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത വീടുണ്ടാക്കാം സാർ. ശരിയല്ലേ? ഞാൻ ഇവന് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. 20 ലക്ഷം തന്നെ വിചാരിച്ചോ. 20 ലക്ഷം അതും വന്നു, 7 ലക്ഷം ഇതും വന്നു. 1 ലക്ഷം രൂപ ഇവരുടെ വാടക ഇനത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കുക. എനിക്ക് അവനെ അത്ര പിടിക്കുന്നൊന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു 8000 രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിന് എന്റെ എവറേജ് പറയാണ് എങ്കിൽ തന്നെ 96,000 രൂപയാണ് ഒരു വർഷത്തിന് വരിക. ഇപ്പൊ ഇത്ര വരെ കൂട്ടുകയാണെങ്കിൽ തന്നെ 28 ലക്ഷം. 2 ലക്ഷം രൂപ നമ്മൾ അവർക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബമായി. ഷോപ്പ് കുറെ നഷ്ടപ്പെട്ടുണ്ടാകും. ഞാൻ പറയുന്നത് ആ ഷോപ്പ് കൂടെ കൂട്ടുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളോ എല്ലാം കൂടി 200 കോടി അല്ല, ഒരു 50 കോടി. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് മനുഷ്യൻ എങ്ങനെയെങ്കിലും തുടങ്ങി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ് അതൊക്കെ മുടക്കിക്കോളും. അവരാരും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും 200 കോടി ഉണ്ടെങ്കിൽ അവിടുത്തെ ബിസിനസ്സുകാർക്ക് വരെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അത്യാവശ്യം 500 കുടുംബത്തിന്, മാക്സിമം 500 കുടുംബമാണ് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു. ഈ പ്രശ്നം സോൾവ് ആവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നീ കാലക്കിട്ടോ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ്